ഹലോ, ഇന്ന് അതിസാഹസികമായി നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയൊരു പെട്ടി പൊട്ടിച്ചാലോ? അതിസാഹസികമായിട്ട് എത്തിയെന്ന് പറയാനൊരു കാരണമുണ്ട്. 3 ദിവസം കൊണ്ട് എന്തായാലും എത്തുമെന്ന് പറഞ്ഞയച്ചതായിരുന്നു. മൂന്നാമത്തെ ദിവസം എറണാകുളത്ത് നിന്നൊരു കോള്. പാക്കിംഗ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് ഇനി ഇത് അയക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാൽ കൊടുത്തു വിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ എറണാകുളത്തുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് ഇത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അങ്കിളും ആൻറ്റിയും കൂടെ വീണ്ടും റീപാക്ക് ചെയ്തിട്ടാണ് ഈ ബോക്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നേക്ക് 15ാമത്തെ ദിവസമാണ് ഈ ബോക്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് അയച്ചിട്ട് ഇത് കിട്ടാണ്ട് പോവുമല്ലോ എന്നോർത്ത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും ഇത് വീണ്ടും റീപാക്ക് ചെയ്ത് എനിക്ക് അയച്ചു തന്ന അങ്കിളിനും ആൻറ്റിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനി ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഒരു പാക്കറ്റ് ചിക്കൻ അച്ചാറുണ്ടായിരുന്നു. ചിക്കൻ അച്ചാർ ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് അമ്മ വലിയ കാര്യമായിട്ട് അയച്ചതാണ്. പിന്നെ ഒരു പാക്കറ്റ് മാങ്ങ അച്ചാർ കൂടി ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വാഴയ്ക്ക വറുത്തത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ പാക്കിൽ. പിന്നെ ഒരു പാക്കറ്റ് റോസ്റ്റഡ് കടല കൂടി ഉണ്ടായിരുന്നു. അത് അങ്കിളും ആൻറ്റിയും കൂടെ സെപ്പറേറ്റ് വാങ്ങി വെച്ചിരുന്നതാണേ. ഹോസ്റ്റലിലെ ഫുഡൊന്നും എനിക്ക് സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ബാക്കിയെല്ലാം അരിഷ്ടവും പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ ആയിരുന്നു. എന്തായാലും അൺബോക്സിങ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബെഡ്ഷീറ്റ് അച്ചാറിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റ് ചെയ്യുന്ന തിരക്കിൽ ഇതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.